കുറച്ച് പടക്കങ്ങൾ കൊണ്ട് 1000 വർഷം മുൻപത്തെ ഒരു വൻ സൈന്യത്തെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളൊരു മാലപ്പടക്കം എടുത്ത് എറിഞ്ഞാൽ അവിടുത്തെ രാജാവ് നിങ്ങളെ ഇടിമില്ലിൻ്റെ ദേവനായിട്ട് കാണുമോ അതോ ആനയെ കൊണ്ട് ചവിട്ടിക്കുമോ? ചിരിക്കാൻ റെഡി ആയിക്കോ, സീൻ മാറാൻ പോവുകയാണ്. ശത്രുക്കൾ വാളുമായി വരുമ്പോൾ നിങ്ങളൊരു സ്കൈ റോക്കറ്റ് അവരുടെ നേരെ വിട്ടാൽ തീർന്നു. ചിറകടിക്കാതെ പറന്നു വന്ന് നെഞ്ചത്ത് പൊട്ടിത്തെറിക്കുന്ന ആ സാധനം കണ്ടാൽ അവിടുത്തെ പടക്കുതിരകൾ വരെ പേടിച്ച് സ്വന്തം സൈന്യത്തെ തന്നെ ചവിട്ടി മെതിക്കും. ശത്രു നക്ഷത്രങ്ങളെ ആയുധമാക്കുന്നു എന്ന് പറഞ്ഞ് പടത്തലവൻ അലറി വിളിച്ച് കാട്ടിലേക്ക് ഓടും. നിങ്ങൾ രാജസദസ്സിലെത്തിയാൽ കഥ പിന്നെയും മാറി. രാജാവ് ഇതൊരു അപൂർവ ചുവന്ന മുട്ടായാണെന്ന് കരുതി കടിച്ചു നോക്കും. നിങ്ങൾ അത് വാങ്ങി തിരികൊളുത്തി രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ അടിയിലേക്ക് ഇട്ടാൽ രാജാവ് അന്നേരം കളിച്ച ഡാൻസ് സത്യം പറഞ്ഞ മൈക്കിൾ ജാക്സൺ പോലും കളിക്കില്ല. മാന്ത്രിക പുകയുണ്ടാക്കുന്ന വിദ്യ എന്ന് പറഞ്ഞ് നാട്ടുകാർ നിങ്ങളെ പൂജിക്കാനും തുടങ്ങും. പക്ഷെ മെയിൻ സീൻ വരാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തീപ്പെട്ടി തീരിക്കുകയോ അല്ലെങ്കിൽ മര പെയ്ത് നനഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ട്, പണി പാളി. നനഞ്ഞ പടക്കം നോക്കി നിങ്ങൾ നിൽക്കുമ്പോൾ രാജാവ് ഒന്ന് ചോദിക്കും, എന്താ ഇത് പൊട്ടാത്തേ? ചീറ്റിപ്പോയ പടക്കം പോലെ നിങ്ങളെ അവർ മിക്കവാറും തടവിലുമാക്കും.